ഹലോ, നമുക്ക് കുറച്ച് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ഐഡിയാസ് നോക്കിയാലോ? സ്കൂളൊക്കെ തുറക്കാനായില്ലേ? പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ അത്യാവശ്യം ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഐഡിയാസാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് നെയിം സ്ലിപ്പ് ഉണ്ടാക്കാം. നമ്മൾ തന്നെ ഉണ്ടാക്കി സ്കൂളിൽ കൊണ്ടുപോകുമ്പം ഒരു രസമല്ലേ? അപ്പം ആദ്യം ഞാനിവിടെ A4 ഷീറ്റ് റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ട്, എന്നാൽ ഞാൻ പറയാം. അതിനുശേഷം ഇതേപോലെ ബോർഡർ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ സ്കെച്ച് യൂസ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കെച്ച് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ പെന്ന് മാത്രം യൂസ് ചെയ്തിട്ടാണ് ആക്കിയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഇതേപോലെ ക്യൂട്ടായിട്ടുള്ള കുറച്ച് പിക്ചേഴ്സ് വരച്ചു കൊടുക്കുന്നു. നമുക്ക് വരക്കാൻ അറിയുന്നതാണെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ചിത്രങ്ങൾ അല്ലെങ്കിൽ ഇതേപോലെ സെർച്ച് ചെയ്തിട്ട് നോക്കി വരക്കാം. അഥവാ വരക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഇതേപോലെ ഗൂഗിളിലോ പിൻട്രസ്റ്റിലോ നോക്കി പിക്ചർ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഇതേപോലെ ബ്രൈറ്റ്നസ് കൂട്ടി വെച്ച് ഇങ്ങനെ വരച്ചാൽ മതി. അപ്പം സെറ്റല്ലേ? അതേപോലെ ഞാൻ കുറച്ച് ക്യൂട്ടായിട്ടുള്ള കുറച്ച് പിക്ചേഴ്സ് വരച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെ ഞാൻ വളരെ സിമ്പിളായ കുറച്ച് പിക്ചേഴ്സാണ് ഞാൻ വരച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇതേപോലെ നമ്മൾ എല്ലാ പിക്ചേഴ്സും കളർ ചെയ്തെടുക്കുക. അതിനുശേഷം മെയിൻ പാർട്ട് നെയിം, ക്ലാസ്, സബ്ജക്റ്റ്, സ്കൂൾ, ഇത് നമ്മൾ എല്ലാത്തിനകത്തും വരച്ചെടുക്കുന്നു. ബോർഡർ ഞാൻ കുറച്ചും കൂടി ക്യൂട്ടാകാൻ വേണ്ടി കളർ പെന്നുകൊണ്ട് ഇങ്ങനെയും കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ എല്ലാം ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് നെയിം സ്ലിപ്പ്? ക്യൂട്ടല്ലേ? അടുത്തത് നമുക്ക് മെമ്മോ പാഡ് നോക്കാം. ഇതിന് A4 ഷീറ്റ് തന്നെ വേണമെന്നില്ല. ഞാനിവിടെ നോർമൽ ബുക്കിൻ്റെ പേപ്പർ എടുത്തത്. കഴിഞ്ഞ വർഷത്തെ കുറേ പേജ് നമുക്ക് ബാക്കി ഉണ്ടാവുമല്ലോ ബുക്കിലൊക്കെ, അതൊക്കെ കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ റെക്റ്റാങ്കിൾ ഷേപ്പിലെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നു. ഇനി ഇത് ഒന്ന് ഉണങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഈ മെമ്മോ പാഡ് കുറച്ചും കൂടി ക്യൂട്ടാക്കാൻ വേണ്ടി ഇതേപോലെ ഒരു ബ്ലൂ പേപ്പർ എടുത്ത് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നു. സ്കെച്ച് കൊണ്ട് ആദ്യം വരച്ചു, അതിനുശേഷം കുറച്ചും കൂടി ഒന്ന് രസം വരാൻ വേണ്ടി ഞാനിവിടെ പെന്ന് കൊണ്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തീർക്കുക എന്നുള്ളതാണല്ലോ നമ്മളുടെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സിമ്പിളായിട്ടുള്ളത് ചെയ്തത്. നിങ്ങൾക്ക് വേറെ ഐഡിയാസ് വേണമെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഇപ്പം ചെയ്യുന്ന സ്റ്റെപ്പെല്ലാം ഓപ്ഷണലാണ്. നമുക്ക് ഇതൊന്നും ചെയ്യണമെന്നില്ല. നമ്മൾ ഒട്ടിച്ചു കൊടുത്ത ആ പേജസ് ഉണ്ടല്ലോ, അത് അങ്ങനെ തന്നെ കൊണ്ടുപോയാലും മതി. കുറച്ചും കൂടി രസമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാൻ ഇവിടെ മെമ്മോ പാഡ് എഴുതി അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ആക്കി വെച്ച സംഭവം ഉണ്ടല്ലോ അതിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ആ എഴുത്ത് ഫുള്ളായി കളർ ചെയ്യാത്തത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇങ്ങനെ കളർ ചെയ്തത്. നമ്മൾ മെമ്മോ പാഡ് ഫുള്ളായി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? രസമില്ലേ? വളരെ സിമ്പിളാണെങ്കിലും അത്യാവശ്യം ക്യൂട്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ ഒരു ബുക്ക് മാർക്കാണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ബട്ടർഫ്ലൈ തീമിലാണ് ഞാനിവിടെ ബുക്ക് മാർക്ക് ഉണ്ടാക്കുന്നത്. ഗ്ലൂ ഒന്നും യൂസ് ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ മടക്കി കൊടുക്കേണ്ട ഒരു ഇതേ ഉള്ളൂ. അതിനുശേഷം ലാസ്റ്റ് ഒന്ന് കുറച്ച് വരച്ചു കൊടുക്കാനുണ്ട്. ബട്ടർഫ്ലൈ ആണ് എന്ന് തോന്നാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു വര. നിങ്ങൾക്ക് കുറച്ചുകൂടി ബുക്ക് മാർക്കിൻ്റെ ഐഡിയാസ് വേണമെങ്കിൽ ഞാനിവിടെ മുമ്പ് ചെയ്ത ബുക്ക് മാർക്കിൻ്റെ ഒരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഞാനിവിടെ ബ്ലൂ ബട്ടർഫ്ലൈ എന്നുള്ള ഉദ്ദേശത്തിലാണ് ബ്ലൂ പേപ്പർ എടുത്തത്. നിങ്ങൾക്ക് വേറെ കളർ പേപ്പർ യൂസ് ചെയ്തും ചെയ്യാം. അപ്പം നമ്മൾ ബട്ടർഫ്ലൈ ആയിട്ടുണ്ട്. ബട്ടർഫ്ലൈ പോലുള്ള ബുക്ക് മാർക്ക് ആയിട്ടുണ്ട്. ഇതേപോലെയൊക്കെ ഒന്ന് മടക്കി കൊടുത്താൽ മതി. വളരെ സിമ്പിളാണ്. അടുത്തത് നമുക്ക് പെൻസിൽ കേസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ സിമ്പിളായിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. എന്താ ഇങ്ങനെ സിമ്പിൾ എന്ന് ഇടയ്ക്കിടയ്ക്കേ പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. വളരെ സിമ്പിളായിപ്പോയോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സിമ്പിൾ എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഞാൻ ലോങ് വീഡിയോ ഫസ്റ്റ് ടൈമാണ് വോയിസ് ഓവറിൽ ചെയ്യുന്നത്. അതുകൊണ്ട് എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടാണ് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ഞാൻ സംസാരിച്ച് നമ്മൾ പെൻസിൽ കേസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതേപോലെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്തു. ഇതേപോലെയൊക്കെ ഒന്ന് മടക്കിയിട്ട് ഞാനിവിടെ സൈഡിൽ മാസ്കിംഗ് ടേപ്പാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ മാസ്കിംഗ് ടേപ്പേ ഉള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ എടുത്തിട്ടുള്ളത്. പിന്നെ എൻ്റെ കുറച്ച് സ്റ്റിക്കേഴ്സേ ഉള്ളൂ, അതുകൊണ്ട് ഇത്രയും സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഭംഗിയുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് പറയാം. അതിനുശേഷം ഇതേപോലെ ഒരു ഡബിൾ സ്റ്റിക്കർ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് മുകളിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഡബിൾ സ്റ്റിക്കർ ഒരു ബോറായി തോന്നിയുകൊണ്ട് അവിടെ ഒരു ചെറിയൊരു സ്റ്റിക്കറും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പെൻസിൽ കേസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുഴപ്പമില്ല അല്ലേ? കുറച്ചും കൂടി സ്റ്റിക്കേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. അടുത്തത് നമുക്കൊരു പെൻസിൽ മേക്ക് ഓവർ ചെയ്യാം. ഒന്ന് ഭംഗിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു യെല്ലോ കളറിലെ റിബണാണ് എടുത്തിട്ടുള്ളത്. റിബൺ ആദ്യം ഒരു പെൻസിലിനകത്ത് ഇതേപോലെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഞാനൊരു ബോ തയ്യാറാക്കുന്നുണ്ട്. ബോ തയ്യാറാക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ ബോ തയ്യാറാക്കൽ കുറവാണ്, കുറച്ച് ടൈം എടുത്തിട്ടാണ് ചെയ്യൽ. അതുകൊണ്ടാണ് ഇത്ര ഒരു ലാഗായത്. ഇതേപോലെ ഒരു ബോ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പെൻസിലിൻ്റെ മുകളിലൊന്ന്
ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ബ്ലൂ പെൻസിൽ നല്ല രീതിയിൽ കാണുന്നത് കൊണ്ട് തന്നെ ഞാൻ ഒന്നും കൂടി ആ യെല്ലോ റിബണിൽ ചുറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതേപോലെ ഒരു ലവ് ഷേപ്പ് അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നു. അപ്പം പെൻസിൽ വലിയ കുഴപ്പമില്ല അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇതുവരെ ആക്കിയ എല്ലാ സംഭവവും ഞാൻ ഒന്നും കൂടി കാണിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത് എനിക്കറിയില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റിൻ്റെ രണ്ടാമത്തെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഏതൊക്കെയാണ് വേണ്ടത് എന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.